കേരള സർവകലാശാല വളപ്പിലെ AKG സെന്റർ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയിലെന്ന വിവരാവകാശ രേഖയുടെ പശ്ചാത്തലത്തിൽ നടപടിയുമായി ഗവർണർ. കേരള സർവകലാശാല വിസിയോട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിശദീകരണം തേടി. അനധികൃത ഭൂമി തിരികെ സർവകലാശാല ഏറ്റെടുക്കണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നിവേദനത്തിന്മേലാണ് നടപടി. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, പറയൂ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ AKG സെന്റർ, അതായത് തിരുവനന്തപുരത്തുള്ള CPM-ന്റെ സംസ്ഥാന പാർട്ടി ഓഫീസായിട്ടുള്ള പഴയ AKG സെന്റർ, ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രം, ഈ കേന്ദ്രത്തിന് നൽകിയ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഒപ്പം തന്നെ ഭൂമി കയ്യേറിയാണ് ആ കെട്ടിടം നിർമ്മിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയത് ഗവർണർക്ക്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇപ്പോൾ VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിനോട്, കേരള സർവകലാശാല VC വിശദീകരണം തേടിയിട്ടുള്ളത്. VC നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണ് എങ്കിൽ 15 സെന്റ് ഭൂമിയാണ് പഠന ഗവേഷണ കേന്ദ്രത്തിനായി അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സർവകലാശാലയുടെ 55 സെന്റ് ഭൂമി കൈവശമുണ്ടെന്നും സർവേ വകുപ്പിന്റെയും ഒപ്പം തന്നെ വഞ്ചിയൂർ വില്ലേജ് ഓഫീസിന്റെയും വിവരാവകാശ രേഖകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അതായത് നൽകിയതിനേക്കാൾ കൂടുതൽ ഭൂമി കയ്യേറിക്കൊണ്ട് അവിടെ കേന്ദ്രം പണിയുന്നതോടൊപ്പം തന്നെ പഠന ഗവേഷണ കേന്ദ്രം എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് അത് പാർട്ടിയുടെ സംസ്ഥാന ഓഫീസായി പ്രവർത്തിച്ചു. അത് അനധികൃതമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പരാതികൾ ഇക്കാര്യത്തിൽ ഉയരുന്നത്. അതിൽ പ്രധാനമായും AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് 1977 ഓഗസ്റ്റ് 20-ന് AKG സെന്ററിന് സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള ഫയൽ നടപടികൾ പൂർത്തിയാകുന്നത്. പിന്നീട് ഈ ഫയൽ സെക്രട്ടേറിയറ്റിന്റെ റവന്യൂ വകുപ്പിൽ നിന്ന് കാണാതാവുകയായിരുന്നു. ഈ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പരിശോധിച്ചപ്പോഴും ഈ ഒരു ഫയൽ മാത്രം കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ആർക്കൈവ് ഡയറക്ടർ അടക്കമുള്ളവർക്ക് 77-ലെ മുഴുവൻ ഫയലുകളും നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും പരാതികളും ഉയർന്നപ്പോൾ. പക്ഷേ ഈ ഒരു ഫയൽ മാത്രം, ഈ ഭൂമി കൈമാറ്റം ചെയ്ത ഫയൽ മാത്രം കണ്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ചൂണ്ടിക്കാട്ടേണ്ടത് ഇടത് സർക്കാരിന്റെ ഭരണകാലത്ത് ഫയൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ഇടത് ഭരണകൂടമാണ്. സ്വാഭാവികമായും അവിടെ നിന്നും രേഖകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണമായി ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഈ വിവരാവകാശ രേഖയടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകാൻ പോകുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്ന് വിശദീകരണം തേടൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമിയായതിനാൽ തണ്ടപ്പേരടക്കം പിടിക്കാത്തത് കൊണ്ട് ഭൂമി ഇപ്പോഴും പൂർണ്ണമായും സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയായി തന്നെ വഞ്ചിയൂർ വില്ലേജ് ഓഫീസിലുണ്ട് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ പറയുന്നത്. അത് കാരണം വസ്തുക്കരം സ്വീകരിക്കാൻ റവന്യൂ അധികൃതർ തയ്യാറാകുന്നുമില്ല. അതേസമയം തന്നെ 10.5 ലക്ഷം രൂപ തിരുവനന്തപുരം കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം ഇവർ നൽകുകയാണ്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും കെട്ടിട നികുതി സ്വീകരിച്ചതും സെന്റിന് TC നമ്പർ അനുവദിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. രണ്ടാമത് ഒരു AKG സെന്റർ കൂടി നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആദ്യമുണ്ടായിരുന്ന AKG സെന്റർ പൂർണ്ണമായും പഠന ഗവേഷണ കേന്ദ്രമാക്കുകയും അവിടെ മറ്റ് നടപടികളൊക്കെയാണ് പാർട്ടി നടത്തുന്നത്. ഈ കെട്ടിടമാണിപ്പോൾ അനധികൃതമാണ് എന്നും ഭൂമി കയ്യേറിയാണ് എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. എന്തായാലും പാർട്ടി ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇതിൽ ഇനിയിപ്പോൾ ഗവർണർ സ്വീകരിക്കുന്ന നടപടികളാകും നിർണായകം എന്നുള്ളതാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ആ ഭൂമി തിരികെ പിടിക്കാൻ കേരള സർവകലാശാല തന്നെ തിരികെ പിടിക്കണമെന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കമുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് പൂർണ്ണമായും സർവകലാശാല ഏറ്റെടുക്കണം, ഒപ്പം തന്നെ അതിനുശേഷം അത് സർവകലാശാലയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നുള്ളതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും റിപ്പോർട്ട് ഉടൻ തന്നെ VC നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവർണറുടെ നിർണായകമായ നടപടി AKG സെന്റർ വിഷയത്തിൽ ഉണ്ടാകാൻ പോവുക. രോഹിണി, ശരി. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.